ചെറിയ പഞ്ചായത്തും വലിയ മനുഷ്യരും. ഈ പ്രോഗ്രാം സ്പോൺസർ പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി. വാങ്ങുന്ന സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ വിലയും വിൽക്കുന്ന സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വിലയും നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾ അംഗീകരിച്ച വിശ്വാസം. പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി. വണക്കം. ചെറിയ പഞ്ചായത്തും വലിയ മനുഷ്യരും. ഇതെന്താണെന്നല്ലേ? ഇത് ഒരു ഗ്രാമത്തിന്റെ കഥ, നമ്മളുടെയൊക്കെ പഞ്ചായത്തിന്റെ കഥ. ഒരു വോട്ടിന് വിജയിച്ച ഒരു വാർഡ് മെമ്പർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ കഥ. നമസ്കാരം. ഏവർക്കും കൈതവനം പഞ്ചായത്തിലേക്ക് സ്വാഗതം. പേരുകൊണ്ട് കൈതവനമാണെങ്കിലും ഈ പഞ്ചായത്തിലൊന്നും കൈതയോ വനമോ ഇല്ല. അനേകം വാർഡുകളുള്ള നമ്മുടെ ഈ കൈതവനം പഞ്ചായത്ത് കോടികളുടെ വികസന പദ്ധതികളുള്ള ഒരു വലിയ പഞ്ചായത്താണ്. പഞ്ചപാവങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ ഈ പഞ്ചായത്തിൽ ആസൂത്രണത്തിന്റെ സൂത്രം എന്ന് വലിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ഗ്രാമീണരുടെ കോലം മാറി, അധികാരികളുടെ രൂപം മാറി. നാക്കും നട്ടല്ലും കൈമുതലായുള്ള കൈതവനത്തുകാർ എന്തും രാഷ്ട്രീയ കണ്ണോടെയേ കാണും. അതുകൊണ്ട് തന്നെ കൈതവനം പഞ്ചായത്തിൽ എന്നും ഒരുതരം ഉത്സവത്തിമിർപ്പാണ്. അല്ല, കാണാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കാൻ വന്നവർക്ക് തെളിവിട്ടിയെന്ന ജനസംസാരം. മെമ്പർ മാത്രമാണല്ലോ വെട്ടിച്ചത്, പ്രസിഡന്റ് വെട്ടിച്ചില്ലേ? വനിതാ മെമ്പർ വിഴുങ്ങിക്കളഞ്ഞില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായി അയോഗ്യത കൽപ്പിച്ചാലേ എനിക്കടുത്ത ഇലക്ഷൻ നയിക്കാൻ പറ്റുമോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇലക്ഷന് നിന്നില്ലേ, കാശ് തിരികെ തരണോന്ന് പറഞ്ഞാ എന്തോ ചെയ്യും? അതും ഞാൻ ആലോചിച്ചു. അയ്യടാ, ആലോചിച്ചു. നാണോ മാനോ ഇല്ലല്ലോ. ഇലക്ഷന് നിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതാ നിക്കണ്ടെന്ന്. പറഞ്ഞ കേക്കോ? അന്നേരം എന്നോട് പറഞ്ഞത് എന്തുവാ? മോൾക്ക് കല്യാണാലോചന വരുന്നു, പഞ്ചായത്ത് മെമ്പറുടെ മോളാണെന്ന് പറഞ്ഞ അതൊരു ഐമേജ് ആണെന്ന്. അത് തന്നെ. ഇനി കാശ് വെട്ടിച്ച പഞ്ചായത്ത് മെമ്പറുടെ മോളാണെന്നേ നാട്ടുകാര് പറയൂ. നിങ്ങൾക്ക് ഇതെല്ലാം വരണം. എന്റെ അമ്മായിയുടെ അതിരുതർക്കം വന്നപ്പോഴേ മിണ്ടാതെ നോക്കി നിന്നില്ലേ? നിങ്ങൾക്ക് ഇതേ വരൂ. വന്നത് വന്നു. ഓഡിറ്റുകാര് വരുമെന്നും കണക്ക് പരിശോധിക്കുന്നു മെമ്പർ വന്നു. സിസ്റ്റർ പേടിക്കണ്ട, ഭൂസത്തുണ്ടല്ലോ. അങ്ങനെയൊന്നും ടെൻഷൻ കൊടുക്കണ്ട മെമ്പറേ, കോടതി വിധി വരട്ടെ. അല്ലേ, 24 മണിക്കൂറും കൂടെ നിന്ന കൊച്ചുനാരായണൻ എന്തിയേ? അവനാ സകല കുഴപ്പത്തിനും കാരണം. അയ്യോ, അറിഞ്ഞില്ലേ? കൊച്ചുനാരായണൻ പാർട്ടി മാറി. ഇനി അവൻ ഏത് പാർട്ടി പോയി നിൽക്കാനാ? ഓരോ വർഷവും 4 പാർട്ടി മാറി മാറി നിൽക്കുന്നവനാ. അവൻ എവിടെ നിന്നാലും കൂടെ ഉള്ളവനെ പണയം വെക്കും. വേറൊരു കാര്യം ചെയ്യും, കുഴപ്പം ഒന്നും സംഭവിക്കാതെ കേസ് വെറുതെ വിട്ടാലേ
അമ്പലത്തിൽ ഉത്സവത്തിന് നേർച്ചയിട്. നീ ഇടടി. അതിന് എന്റെ പേരിലല്ലോ. എന്നാ പിന്നെ ഞാനിടാം. ഓഡിറ്റുകാര് കണക്ക് കൂട്ടി നോക്കുമ്പോ എന്റെ ഇമേജിന് കുഴപ്പമുണ്ടായിരുന്ന എടുപ്പൂതിരെ പിടിച്ചേക്കാവേ. ആ അത് മതി. ഇനി മെമ്പർ പോയി കിടന്ന് ഉറങ്ങും. എനിക്ക് പകലിവിടെ കിടന്ന് ഉറക്കം വരികയല്ല. പഞ്ചായത്ത് ഓഫീസിൽ പോണം. എന്തായാലും ഇന്ന് അങ്ങോട്ട് പോവണ്ട. എന്നാ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അകത്ത് കയറി കിടക്ക് മനുഷ്യ. പുറത്ത് കിടന്നാലേ ആ ഇമേജ് പോകും. ഇമേജ് അല്ലടി, ഇമേജ്. ആ എന്നാ അത് തന്നെ. എന്റെ വാർഡിൽ ഞാൻ ചെയ്യാവുന്ന ഒക്കെ ചെയ്തു. ആ എന്ന് പറഞ്ഞാ പോരാ, എല്ലാം കണക്കി കാണിക്കണം. എല്ലാം കണക്കി കാണിക്കാൻ പറ്റുമോ? നിനക്കൊക്കെ എത്രയോ തവണ വെള്ളം മാറ്റി തന്നിരിക്കുന്നു, ചോദിക്കുമ്പോഴേക്ക് കാശ് തന്നിരിക്കുന്നു. അതിനൊക്കെ കണക്ക് കാണിക്കണോ പറഞ്ഞാലേ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കിറീർത്തേം കണക്കെഴുതുന്ന ചരിത്രം ഒരു പഞ്ചായത്തിലും ഇല്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ് പേടിക്കുന്ന എന്തിനാ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഏത് മെമ്പർ വെട്ടിച്ചാലും പ്രസിഡന്റ് പേര് ദോഷം വരും. പ്രസിഡന്റ് ഈ വീട് വാങ്ങിച്ച് 5 ലക്ഷം രൂപ ലോൺ ഒപ്പിച്ചെന്നാണല്ലോ ജനസംസാരം. അത് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പറും എഞ്ചിനീയറും കൂടെ സമ്മതിച്ചതാ. അവർക്ക് അതിന്റെ വീതം കൊടുത്തതുവാ. അതിനൊക്കെ കണക്കെഴുതി വെക്കാൻ പറ്റുമോ? എന്റെ സംശയം ആരോ ഒറ്റ കൊടുത്താണെന്നാ. ഏയ്, ഒറ്റിക്കൊടുത്താണെങ്കിൽ എന്റെ പേരിൽ മാത്രം കൊടുക്കണ്ടായോ? കൈതവനം പഞ്ചായത്തിൽ ആകെ അഴിമതിയാണെന്ന് കാണിച്ച് മന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും വിജിലൻസിനും എന്ന് വേണ്ട അവന്റെ അമ്മയ്ക്ക് മുണ്ടുകൊടുത്തവന് വരെ കൊടുത്തിരിക്കുക പരാതി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആൾക്കാരോ ഉണ്ട്? ഏതെങ്കിലും പഞ്ചായത്ത് നടപ്പുണ്ടോ ഇത്? അഥവാ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് 2-3 മാസം സസ്പെൻഡ് ചെയ്യും. മാസം കഴിയുമ്പോ തിരിച്ചു കയറാം. എന്നെ അയോഗ്യനായിട്ട് കോടതി കളിച്ചാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് നാട്ടുകാർ വിളിക്കത്തില്ല, അയോഗ്യം പ്രസിഡന്റ് എന്ന് നാട്ടുകാർ പ്രദേശം വിളിപ്പിക്കൂ. എനിക്കിതൊക്കെ വരണം. അടുത്ത 3 വർഷം ശങ്കരപ്പിള്ള ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ആ കുറിയിട്ടിടാന്ന് വാദിച്ചത്. കഷ്ടാലം വന്ന കുറിയല്ല, കുന്തവും പുറത്തിയാടും. നാട്ടുകാര് പലതും പറയുന്നു. എന്തോ പറയുന്നു? പ്രസിഡന്റ് കാശ് വെട്ടിച്ചതെല്ലാം പെണ്ണുങ്ങൾക്ക് കൊടുത്തെന്നാ ജനസംസാരം. നാണക്കേടായല്ലോ. ഓ, അല്ല പ്രസിഡന്റ്, പെണ്ണുങ്ങൾക്ക് കൊടുത്തതിന്റെ കണക്ക് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എടോ എന്റെ വായൊക്കെ ചൊറിഞ്ഞു വരുന്നു. എന്നോടെന്തിനാ ചൂടാവുന്നേ? കൈതവനത്തിലെ മുക്കിലും മൂലയിലും ജനസംസാരം ഇത് തന്നെയാണ്. 2 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും പ്രസിഡന്റ്. അത് വേണ്ട. അപ്പൊ വെട്ടിച്ചെന്ന് ഉറപ്പാവും. അത് വേണ്ട. ആയുർവേദ ആശുപത്രിയിൽ പോയി ഞവരി കീഴിട്ട് തിരുമി ലേഹ്യം സേവിച്ച് കിടക്കും. വലിയ വലിയ നേതാക്കന്മാരൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. അത് വേണ്ട പ്രസിഡന്റ്. ആയുർവേദക്കാര് വെറുതെ എണ്ണയിട്ട് ഞരമ്പും മസിലും ഒക്കെ പിടിച്ച് ഞെക്കും. അലോപ്പതി മതി. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാ മതി. അതിപ്പോഴേ വേണ്ട. കോടതി വിധി വരട്ടെ. ഒന്ന് പോയേ, ഒന്ന് പോയേ. എന്നെ പോലെ ഒരുത്തരം നിൽക്കണ്ട. ഒന്ന് പോയേ. വിട്ടോ വിട്ടോ വിട്ടോ. പോയേ പോയേ. കറിയടി, കറിയാൻ കിടക്കുന്നേ ഉള്ളൂ. വീടും വേണ്ട, മക്കളും വേണ്ട, ബന്ധുക്കളും വേണ്ട. രാജ്യം നന്നാക്കാൻ ഇറങ്ങിയ ഒരു വനിതാ മെമ്പർ. ഓഡിറ്ററുടെ റിപ്പോർട്ട് അനുസരിച്ച് കോടതി ശിക്ഷിച്ചാലേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തും. ഞാൻ അറിഞ്ഞു പഞ്ചായത്തിലെ അഴിമതി പരിശോധിക്കാൻ ആള് വരുമെന്ന്. വേണ്ട, അറിയണ്ട. നീ എന്റെ മുമ്പിൽ സത്യം പറ. എത്ര വെട്ടിച്ചു? വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്താതെ തന്നെ കുറച്ച് പെണ്ണുങ്ങളുടെ പേര് എഴുതി കൊടുത്ത് പൈസ വാങ്ങിച്ചായിരുന്നു. സ്ത്രീശക്തി യൂണിറ്റ് ഉണ്ടാക്കി ഉണ്ണിയപ്പം എത്ര പാക്കറ്റ് വെട്ടിച്ചാ നീ കടയിൽ കൊടുത്തേ? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഇത് ശരിയല്ല, വെട്ടിക്കരുത് വെട്ടിക്കരുതെന്ന്. അത് ഞാൻ വെട്ടിച്ചതല്ല. സ്ത്രീശക്തിക്കാർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാ. എനിക്ക് പഞ്ചാരയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവര് തന്നു. ഞാൻ വാങ്ങിച്ചു. ഇതൊക്കെ നീ നാട്ടുകാരോട് പറഞ്ഞാ മതി. ഞാനോ എന്റെ മക്കളോ വീട്ടുകാരോ നിന്റെ ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ല. രാവിലെ ഒരുങ്ങിക്കിട്ടി ഇറങ്ങും. അനുശോചനം, ബ്ലോക്ക് ഓഫീസ്, താലൂക്ക് ഓഫീസ്, വസ്തു തർക്കം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് നീ തന്നെയല്ലേ? ഇപ്പോ നിനക്ക് എങ്ങും പോവണ്ട. രാജയോഗമുള്ള ജാതകമാണെന്നും ഭാവിയിൽ മന്ത്രിയാകുമെന്നൊക്കെ
ചേട്ടന്റെ അച്ഛൻ എന്റെ കൈരേഖ നോക്കി പറഞ്ഞതല്ലേ? അങ്ങേർക്ക് കൈ നോക്കാനല്ല, തുമ്പിക്കൈയുടെ നീളം നോക്കാനാ അറിയൂ. ആനവൈദ്യരായിരുന്നില്ലേ? എന്നാലും ചേട്ടാ, കോടതി വിധി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നീയും പ്രസിഡന്റും മറ്റു മെമ്പർമാരും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ തൂങ്ങിച്ചാവണം. എല്ലാവർക്കും ഓരോ രക്തസാക്ഷി മണ്ഡപം പണി തീർത്തു തരാം. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം വന്നപ്പോ കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നല്ലോ. എനിക്കിത് തന്നെ വരണം. കൈതവനത്തെ കട്ടുപിടിച്ചൊരു മരണക്കാരെ പൊയ്ക്കൊള്ളൂ. സത്യം തെളിയാൻ നേരം വേണ്ട, കള്ളന്മാരെ വേണ്ട വേണ്ട. കൈതവനത്തെ കട്ടുപിടിച്ച എന്താടാ? എന്താ? പിന്നെ ശ്വാസം വിടാം. കാര്യം പറ. കോടതി വിധി വന്നു. കൈതവനം പഞ്ചായത്തിൽ റിസീവർ ഭരണം. എല്ലാ മെമ്പർമാരെയും പിരിച്ചുവിട്ടു. അയ്യോ, നിങ്ങൾ വെട്ടോത്തികൾ അങ്ങോട്ട് വാ. അയ്യോ, ഇത് വെട്ടല്ലേ? അയ്യോ, അയ്യോ, ദേ അവിടെ. അയ്യോ, ആരെങ്കിലും ഓടി വന്നേ. അയ്യോ, എന്റെ ചേട്ടാ ഒന്ന് നിൽക്കവിടെ. അയ്യോ, ഇത് വെട്ടല്ലേ? ഇങ്ങോട്ട് വരൂ. അയ്യോ, ഒന്ന് അടങ്ങ്. വരാനോ? ഒന്ന് വെറുതെ ഇരിക്കേ. അയ്യോ, എന്റെ പൊന്നു ചേട്ടാ ഒന്ന് ഓടി വരണേ. ഒന്ന് രക്ഷിക്കേ. അയ്യോ, മെമ്പർക്ക് ഭ്രാന്ത് പിടിച്ചേ. ഓടിവായോ, ഓടിവായോ, മെമ്പർക്ക് ഭ്രാന്ത് പിടിച്ചേ. ചേട്ടാ, അയ്യോ, എന്നെ ഇട്ടു പോകല്ലേ ചേട്ടാ. പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി. വാങ്ങുന്ന സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ വിലയും വിൽക്കുന്ന സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വിലയും നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾ അംഗീകരിച്ച വിശ്വാസം. പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി.